സുഹൃത്തുക്കളെ, വളരെ അഭിമാനത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ. കഴിഞ്ഞൊരു 5 വർഷത്തിൽ കൂടുതലായി ഞാൻ നടത്തുന്ന ഒരു നിയമ പോരാട്ടങ്ങളുടെ ഒരു ഫലമായിട്ടാണ് എനിക്ക് ഈ FCRA പുതിയ നിയമപരിഷ്കാരങ്ങളെ എനിക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇതിനു വേണ്ടി അനുഭവിച്ച വേദനകൾ, ഞാൻ അതിനുവേണ്ടി എൻ്റെ ജീവൻ തന്നെ പണയം വെച്ചാണ് ഞാൻ ഇതിന്റെ മുന്നിൽ പുറകെ പോയത്. നമ്മുടെ പല ബിഷപ്പുമാരും പറയുന്നത് കേട്ടു, FCRA ക്രിസ്ത്യാനികളെ വേട്ടയാടാനാണെന്ന്. നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം, നിങ്ങളെ ആരെയും ഈ സർക്കാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഞാൻ FCRA കാര്യം മാത്രമാണ് പറയുന്നത്, നിങ്ങളെ വേട്ടയാടുമെന്ന് ഞാൻ കരുതുന്നില്ല. വരും ദിവസങ്ങളിൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിങ്ങളോടൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുകയും ചെയ്യും. ഈ FCRA നിയമം അല്ലെ FCRA അക്കൗണ്ട് വെച്ച് ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയ അഴിമതികളിൽ ഒരെണ്ണം ഞാൻ കണ്ടെത്തുകയും ഞാനത് കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുകയും അതിനുശേഷം എത്രയോ കാലം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അവരെന്നോട് ആവശ്യപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. FCRA ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ് എന്നെ ഇതിന് മുഴുവൻ സഹായിച്ചത്. ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പല നേതാക്കന്മാരും ഈ വിഷയത്തിൽ എനിക്ക് ധാർമ്മികമായ പിന്തുണ നൽകുകയും ചെയ്തു. ഇതിനുവേണ്ടി ഞാൻ അനുഭവിച്ച വേട്ടയാടലുകൾ എന്തൊക്കെയാണെന്നറിയോ? ഈ FCRA നിയമലംഘനങ്ങൾ നടത്തി നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമാക്കിയ വ്യക്തികളുണ്ട്. ഈ രാജ്യത്തെ പാവം പിടിച്ചവനെ ചികിത്സ നൽകാനാണ് എന്ന് പറഞ്ഞ് കോടാനുകോടി രൂപ വിദേശത്തു നിന്നും പിരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് കഴുത്തറക്കുന്ന ആശുപത്രികൾ ഉണ്ടാക്കിയ വ്യക്തികളുണ്ട്. FCRAയുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ബന്ധുക്കളാരും ആ ട്രസ്റ്റിൽ കാണരുത് എന്ന ഒരു നിയമം അതിനെ പിച്ച് ചീന്തി മരുമക്കളെയെല്ലാം പല രീതിയിൽ ട്രസ്റ്റിലാക്കി, പല ആധാർ കാർഡുകൾ വെച്ച് ട്രസ്റ്റിലാക്കി, അങ്ങനെ ഈ FCRA അക്കൗണ്ടിനെ ഇല്ലായ്മ ചെയ്ത വ്യക്തികളുണ്ട്. ഞാൻ ഈ പറയുന്ന FCRA അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയ FCRA അക്കൗണ്ടുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിൽ മാത്രം ആയിരക്കണക്കിന് കോടി കൊണ്ടുവന്ന FCRA അക്കൗണ്ടുകളുടെ കാര്യമാണ് പറയുന്നത്. ഇതിനകത്തൊന്നും ഈ കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സഭകളുമില്ല എന്നതും യാഥാർത്ഥ്യമാണ്. നിങ്ങളെ ആരോഗ്യവും തെറ്റിദ്ധരിപ്പിച്ച് ഇറക്കി വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം പ്രധാനമന്ത്രി തന്നെ വരും ദിവസങ്ങൾ നിങ്ങളെ തന്നെ നേരിൽ കണ്ട് പറയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് BJP അനുകൂല ഈ വീഡിയോ ഒന്നുമല്ല. പക്ഷെങ്കിൽ ഈ FCRAയുമായി ബന്ധപ്പെട്ട് എന്റെ ജീവൻ അപകടത്തിലാക്കി ഞാൻ ചെയ്ത പോരാട്ടങ്ങളുടെ ഫലം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എന്റെ മനസ്സിൽ തോന്നിയ ആഗ്രഹം കാരണമാണ്. കേരളത്തിലെ ഒരു ഉന്നതനായ പോലീസ് ഓഫീസർ എന്നെ വിളിച്ച് ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തി പറയുകയുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ വിരട്ടലല്ലേ ഈ ചെയ്യുന്നത്? നിങ്ങൾ ഭീഷണിപ്പെടുത്തുമല്ലേ ചെയ്യുന്നത്? ഞാൻ ആ പോലീസ് ഓഫീസറോട് ചോദിച്ചു, സാറേ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായ ഒരു കാര്യമുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലേക്ക് ഇടുക. ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുവാൻ ശ്രമിച്ച് ഈ രാജ്യത്ത് ഹവാല വഴിയും അതുപോലെ മണി ലോണ്ടറിംഗ് വഴിയും പണം എത്തിക്കുന്നവരെ തെളിവുകൾ സഹിതം കേന്ദ്ര സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചത് തെറ്റാണെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലോട്ടിടൂ എന്ന് ഞാൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. നിങ്ങൾക്കറിയാവോ, എന്നെക്കുറിച്ച് കേരളത്തിലെ ഒരു മാന്യൻ, അത് വലിയൊരു നിങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ആ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം എഴുതിയ കത്തിനകത്ത് അദ്ദേഹം പറഞ്ഞേക്കുവാണ്, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കത്തിന്റെ കോപ്പി എന്റെ ഇരിപ്പുണ്ട്. ആ കത്തിന്റെ കോപ്പി എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് കാണിച്ചത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ BJPക്കാരനല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും കേരളത്തിൽ BJP തെറിവിളിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാത്രമേ എന്നെ പരിഗണിക്കാവൂ എന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഈ ഭരണത്തിന്റെ എല്ലാ ഔദാര്യങ്ങളും നേടി ആസ്വദിക്കുന്ന ഒരു മനുഷ്യൻ തെറിവിളിക്കാനാണ് വരുന്നത്. അയാള് ഒരു പാതിരിയ, അയാള് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. ആ കത്തിന്റെ കോപ്പി എന്റെ ഉണ്ട്. ഇത്രയൊക്കെ എന്നെ ദ്രോഹിച്ചിട്ടും നിങ്ങളുടെ എല്ലാ തെളിവുകളും, നിങ്ങൾ കാണിച്ചു കൂട്ടിയ എല്ലാ അഴിമതികളും മുഴുവൻ ഞാൻ കേന്ദ്ര സർക്കാരിനെ FCRA നിയമം ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ ചൂഷണം ചെയ്തതെന്നുള്ളതിന്റെ ഒരു പിക്ചർ, ഒരു സ്പെസിമെൻ എടുത്തു വെച്ച് പഠിച്ച് അതിന്റെ ഫുൾ പിക്ചർ ഉണ്ടാക്കി ഒരു നോട്ട് മാത്രമല്ല, ഫുൾ തെളിവുകൾ സഹിതം എനിക്കന്ന് എത്തിക്കാൻ കഴിയും. അതിന്റെയൊക്കെ ഫലം കൂടിയാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിന്റെ അപ്പുറം ഈ രാജ്യത്ത് നടക്കുന്ന പല തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിന്നിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ വിദേശത്തു നിന്നും FCRA വഴി വന്ന പണം ഇതിന് സഹായിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ തെളിവുണ്ട്. പക്ഷെ ഇറ്റ് ടേക്ക് ടൈം. അവസാനം 2024 ഞാൻ ഇവരെ പോയി കാണുകയാണ്. 24 അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ടേക്ക് ടൈം സിവിന്നാണ് പറഞ്ഞത്. ഒരു ദിവസം കൊണ്ടൊന്നും നടക്കത്തില്ല. ഇന്ന് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും ഈ FCRA അക്കൗണ്ടുകൾ മുഴുവൻ
പൂട്ടി ഇതിനകത്ത് കിടക്കുന്ന കോടിക്കണക്കിന് രൂപ മുഴുവൻ ഇന്ത്യയിൽ ഫ്രീസ് ചെയ്ത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ഈ പൈസ മുഴുവൻ സർക്കാർ കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അതിൽ വിരളി പൂണ്ടവരാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സഹോദരന്മാരോടും സഭാമേധനുഷ്യന്മാരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കൊന്നും ഇതിനകത്ത് ഒരു കുഴപ്പവും വരത്തില്ല. ഭാവിയിൽ നിങ്ങൾക്കത് മനസ്സിലാവും. കേരളത്തിലെ നൂറുകണക്കിന് ഹിന്ദു സംഘടനകളുടെ FCRA അക്കൗണ്ടുകൾ പോയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സംഘടനയും ചാരിറ്റബിൾ സംഘടനയുമായ ഒരു സംഘടന, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, എറണാകുളത്ത് ആശുപത്രി വരെയുള്ളവരുടെ FCRA അക്കൗണ്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നവർക്ക് മുഴുവൻ ആൾക്കാർക്കും ഈ പണമൊക്കെ തിരിച്ചു കിട്ടുകയും ഇനിയും പണം എത്തിക്കാനും ഒക്കെ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ ബേജാറായിട്ട് ഒരു കാര്യവുമില്ല. FCRA നിയമം നടപ്പിലാക്കേണ്ടത് തന്നെയാണ്. അതിനകത്ത് BJP നടപ്പിലാക്കിയെന്നോ കോൺഗ്രസ് നടപ്പിലാക്കിയെന്നോ ഒന്നും ഇതിനൊന്നും കാരണമല്ല. ഒരു കാര്യം കൂടെ പറയാം. 2001 തൊട്ടിരുന്ന UPA സർക്കാരിന്റെ കാലത്താണ് ഇതിനുള്ള എല്ലാ തിരിയും വെച്ചത്. വരുന്നവരും പോകുന്നവരും മുഴുവൻ FCRA അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനുള്ള അവകാശം കൊടുത്തു. ഇവനെല്ലാം കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇവിടുന്ന് കോടാനുകോടി രൂപ ആണ് ഇവന്മാരൊക്കെ നേടിയെടുത്തത്. ഇത് മുഴുവൻ ഒരു ഹവാലയാണ്. ഇതുകൊണ്ട് സാധാരണക്കാരനായ ഒരു ക്രിസ്ത്യാനിക്കോ സാധാരണക്കാരനായ ഒരു മുസ്ലിമിനോ സാധാരണക്കാരനായ ഒരു ഹിന്ദുവിനോ യാതൊരു പ്രയോജനവും ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുക. FCRA അക്കൗണ്ടിൽ ഇന്നുണ്ടായിരിക്കുന്ന പുതിയ നിയമങ്ങളൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്.